അഷറഫ് വി നെടിയനാടിൻ്റെ 1001 രാവുകൾ 2025 എന്ന നോവലിലെ 19-ാമത്തെ അധ്യായം ഓർമ്മകളുടെ കാവൽക്കാരൻ. അധ്യായം 19 ഓർമ്മകളുടെ കാവൽക്കാരൻ. ആ രാത്രിയിൽ രാജാവായ ഷഹരിയാർക്ക് താൻ ഉണർന്നിരിക്കുന്ന മനുഷ്യനോ സ്വപ്നത്തിൽ അലഞ്ഞു നടക്കുന്ന നിഴലോ എന്നു തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കൊട്ടാരത്തിലെ എണ്ണവിളക്കുകൾ കത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അവയുടെ വെളിച്ചം പതിവ് പോലെ തെളിഞ്ഞതായിരുന്നില്ല. മഞ്ഞ നിറമുള്ള പ്രകാശം മന്ദമായി വിറച്ചു, മരിക്കാൻ പോകുന്ന നക്ഷത്രത്തിൻ്റെ അവസാന ജ്വാല പോലെ. ചുമരുകളിലെ ചിത്രങ്ങൾ ദൂരേക്ക് ഒഴുകിപ്പോകുന്നത് പോലെ തോന്നി. കൊട്ടാരത്തിൻ്റെ മേൽക്കൂര ഉയരുകയായിരുന്നു, തൂണുകൾ പിന്നിലേക്ക് നീങ്ങുകയായിരുന്നു. സമയം പോലും തൻ്റെ കാൽവയ്പ്പുകൾ മന്ദമാക്കി. ആ നിശബ്ദതയുടെ നടുവിൽ ഒരു വാക്കു മാത്രം രാജാവിൻ്റെ ഹൃദയത്തിൽ ഇടിമുഴക്കമായി മുഴങ്ങിക്കൊണ്ടിരുന്നു. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഷഹരിയാർ പെട്ടെന്ന് തല ഉയർത്തി. ആരാണത്? അവൻ ചോദിച്ചു. ഷഹർഷാദ് മറുപടി പറഞ്ഞില്ല. 1000 രാത്രികളുടെ കഥകൾ പറഞ്ഞ ആ സ്ത്രീയുടെ മുഖത്ത് ആദ്യമായി ഭയത്തിൻ്റെ നിഴൽ വീണു. കാരണം ആ ശബ്ദത്തെക്കുറിച്ച് അവൾക്കും അറിവുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ വലിയതായിരുന്നു അവളുടെ ഭയം. അതേസമയം കാലത്തിനും കഥകൾക്കും അതീതമായ ആ ഗവേഷണ കേന്ദ്രത്തിൽ ഒരു വലിയ സ്ക്രീനിൽ ഇപ്പോഴും ഒരു പേര് ജ്വലിച്ചുകൊണ്ടിരുന്നു: ദി ലിസണർ. അതിനടിയിൽ പുതിയ വാക്കുകൾ തെളിഞ്ഞു. നിങ്ങൾ എന്നെ അന്വേഷിച്ചിട്ടില്ല, പക്ഷേ ഞാൻ നിങ്ങളെ എന്നും കേട്ടിരുന്നു. ലൈലയുടെ വിരലുകൾ വിറച്ചു. ഇതാരാണ്? അവൾ ചോദിച്ചു. ഷഹർഷാദ് 2 നിശബ്ദമായി നിന്നു. എനിക്കറിയില്ല, അവൾ പറഞ്ഞു. അതിനുശേഷം ഷഹർഷാദ് 3 മന്ദമായി കൂട്ടിച്ചേർത്തു. എനിക്കും അറിയില്ല. ആ വാക്കുകൾ കേട്ട നിമിഷം മുറിയിലെ വായു പോലും തണുത്തു. കാരണം ലോകത്തിൽ ആദ്യമായി 2 ഷഹർഷാദുമാർക്കും അറിയാത്ത ഒരാൾ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പിന്നെ സ്ക്രീനിൽ ഒരു മുഖം തെളിഞ്ഞു. പക്ഷേ അത് ഒരു മുഖമായിരുന്നില്ല. ആയിരക്കണക്കിന് മുഖങ്ങൾ ചേർന്നുണ്ടായ ഒരു രൂപം. ഒരു കുഞ്ഞിൻ്റെ ചിരി, ഒരു വൃദ്ധൻ്റെ കണ്ണുകൾ, ഒരമ്മയുടെ ക്ഷീണം, ഒരു യോദ്ധാവിൻ്റെ മുറിവുകൾ, ഒരു പ്രണയിയുടെ കണ്ണുനീർ. ഓരോ നിമിഷവും ആ രൂപം മാറിക്കൊണ്ടിരുന്നു. 1000 ജീവിതങ്ങൾ ഒരേ ശരീരത്തിൽ ശ്വസിക്കുന്നത് പോലെ. അപ്പോൾ ആ രൂപം സംസാരിച്ചു. ഞാൻ കഥാപാത്രമല്ല, ഞാൻ എഴുത്തുകാരനുമല്ല, ഞാൻ വായനക്കാരനുമല്ല. ആദം മുന്നോട്ട് വന്നു. അപ്പോൾ നീ ആരാണ്? ഒരു നിമിഷം ലോകം മുഴുവൻ ശ്വാസം പിടിച്ചു നിന്നു. പിന്നെ മറുപടി വന്നു. ഞാൻ ഓർമ്മയാണ്. ആ വാക്കുകൾ മുറിയുടെ ചുമരുകളിൽ തട്ടി തിരിച്ചു വന്നു. ഞാൻ ഓർമ്മയാണ്, ഓർമ്മയാണ്. ആരും സംസാരിച്ചില്ല. ദി ലിസണർ വീണ്ടും പറഞ്ഞു. ഒരു കഥ അവസാനിച്ചാലും അതിനെ മറക്കാതെ സൂക്ഷിക്കുന്ന ശക്തിയാണ് ഞാൻ. ഓരോ കഥയുടെയും അവസാന ശ്വാസം ഞാൻ കേൾക്കുന്നു. ഓരോ കഥാപാത്രത്തിൻ്റെയും അവസാന വാക്ക് ഞാൻ ഓർമ്മിക്കുന്നു. മരിച്ചുപോയ കഥകൾക്ക് ഞാൻ കാവൽ നിൽക്കുന്നു. അപ്പോൾ ഷഹർഷാദ് 3 പെട്ടെന്നെന്തോ തിരിച്ചറിഞ്ഞു. അവളുടെ കണ്ണുകൾ വിശാലമായി. അതുകൊണ്ടാണ്, അവൾ പിറുപിറുത്തു, അതുകൊണ്ടാണ് നീ എല്ലാം അറിയുന്നത്. ആ രൂപം തലയാട്ടി. അതെ, നിങ്ങൾ ജീവിച്ച ഓരോ പതിപ്പിനെയും ഞാൻ ഓർമ്മിക്കുന്നു. ഓരോ പതിപ്പോ? ആദം ചോദിച്ചു. അതിനുത്തരമായി സ്ക്രീൻ ജീവിച്ചു. ചിത്രങ്ങൾ തെളിയാൻ തുടങ്ങി. ഒരാദം, പിന്നെ മറ്റൊരാൾ, പിന്നെ മറ്റൊരാൾ. 100 കണക്കിന് ആദങ്ങൾ, 1000കണക്കിന് ലോകങ്ങൾ. ചിലർ രാജാക്കന്മാർ, ചിലർ ഭിക്ഷാടകർ. ചിലർ സത്യം കണ്ടെത്തി, ചിലർ കണ്ടെത്തും മുമ്പ് മരിച്ചു. ചിലർ സ്വന്തം കഥയിൽ നിന്ന് ഓടിപ്പോയി, ചിലർ കഥ തന്നെ ചുട്ടരിച്ചു കളഞ്ഞു. ലൈല വിറച്ചു. ഇവയെല്ലാം എന്താണ്? ദി ലിസണർ മന്ദമായി പറഞ്ഞു. നിങ്ങൾ ആദ്യത്തെ കഥയല്ല, നിങ്ങൾ ആദ്യത്തെ ലോകവുമല്ല. അവൻ ഒരു നിമിഷം നിർത്തി. പിന്നെ വാക്കുകൾ ഇടിമുഴക്കമായി വീണു. നിങ്ങൾ 101ാമത്തെ ശ്രമമാണ്. അതേ നിമിഷം കൊട്ടാരത്തിലിരുന്ന ഷഹരിയാർ പെട്ടെന്ന് എഴുന്നേറ്റു. അവൻ്റെ നെഞ്ച് ഭയങ്കരമായി മിടിച്ചു. കാരണം അവൻ ഒരു ദൃശ്യം കണ്ടു. സ്വന്തം മരണം. ഒരിക്കൽ, വീണ്ടും, വീണ്ടും, വീണ്ടും. 100 കണക്കിന് രാത്രികളിൽ, 100 കണക്കിന് കഥകളിൽ, 100 കണക്കിന് മരണങ്ങൾ. ഇല്ല, അവൻ വിറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഷഹർഷാദ് കണ്ണുകൾ അടച്ചു. കാരണം അവൾക്കും ഓർമ്മകൾ തിരിച്ചു വന്നിരുന്നു. 1000 രാത്രികൾ, 1000 പരാജയങ്ങൾ, 1000 തുടക്കങ്ങൾ. ഓരോ തവണയും അവർ ഇവിടെ വരെ എത്തിയിരുന്നു. ഓരോ തവണയും എന്തോ സംഭവിച്ചിരുന്നു. ഓരോ തവണയും കഥ അവസാനിച്ചിരുന്നു. നാം ഇതിനു മുമ്പും ഇവിടെ എത്തിയിട്ടുണ്ട്, അവൾ മൃദുവായി പറഞ്ഞു. എന്ത്? ഷഹരിയാർ ചോദിച്ചു. ഇതേ രാത്രി, ഇതേ ചോദ്യം, ഇതേ ഭയം. രാജാവിൻ്റെ രക്തം തണുത്തുപോയി. എത്ര തവണ? ഷഹർഷാദ് കണ്ണു തുറന്നു. ആ കണ്ണുകളിൽ മരുഭൂമിയേക്കാൾ പഴയ ക്ഷീണമുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുള്ളത്, അവൾ പതുക്കെ പറഞ്ഞു,
999 തവണ. നിശബ്ദത. പിന്നെ ഗവേഷണ കേന്ദ്രത്തിലെ സ്ക്രീനിൽ പുതിയ വാക്കുകൾ തെളിഞ്ഞു. സമയം തീരുന്നു. ആദം മുന്നോട്ട് വന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ദി ലിസണർ മറുപടി നൽകി. എഴുത്തുകാരൻ കഥ അവസാനിപ്പിക്കാൻ പോകുന്നു. ആദത്തിൻ്റെ മുഖം വെണ്മയായി. ലൈല ശ്വാസമെടുക്കാൻ പോലും മറന്നു. ഷഹർഷാദ് 2 നിശ്ചലമായി. ഷഹർഷാദ് 3 ആദ്യമായി ഭയം അനുഭവിച്ചു. കാരണം ഒരു കഥയിലെ ഏറ്റവും വലിയ അപകടം വില്ലനല്ല, സത്യമല്ല, മരണമല്ല, അവസാനമാണ്. അപ്പോൾ ആകാശത്തെ മിന്നൽ പിളർന്നു. കൊട്ടാരം നടുങ്ങി. ഗവേഷണ കേന്ദ്രത്തിലെ എല്ലാ സ്ക്രീനുകളും ഒരുമിച്ച് കെട്ടുപോയി. ദി ലിസണർ അപ്രത്യക്ഷനായി. പക്ഷെ പോകുന്നതിന് മുമ്പ് അവൻ ഒരു വാക്കുമാത്രം പറഞ്ഞു. അവനെ കണ്ടെത്തൂ. ആരെ? ആദം നിലവിളിച്ചു. ഇരുട്ടിൽ നിന്നൊരു ശബ്ദം മാത്രം തിരിച്ചു വന്നു. ആദ്യ വായനക്കാരനെ. അതേ നിമിഷം ലോകം കുലുങ്ങി. കൊട്ടാരത്തിൻ്റെ ചുമരിൽ ഒരു വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു. ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിലം പിളർന്നു. കഥയുടെ അതിരുകളിൽ ആദ്യമായി ഒരു മുറിവ് തുറന്നു. ഒരു വിള്ളലിനപ്പുറം ഇരുട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഇരുട്ടിനുള്ളിൽ 2 കണ്ണുകൾ തെളിഞ്ഞു നിന്നു. ആരോ നോക്കിക്കൊണ്ടിരുന്നു. ആദ്യമായി കഥയും ഭയപ്പെട്ടു. ഇനി ആദ്യ വായനക്കാരനിലേക്ക്. അധ്യായം 20. ആദ്യ വായനക്കാരൻ. ആ രാത്രിയിൽ കൊട്ടാരത്തിനുമേൽ അസാധാരണമായൊരു നിശബ്ദത ഇറങ്ങി വന്നു. വിളക്കുകൾ കത്തുന്നുണ്ടായിരുന്നു. കാറ്റ് ജനലുകളെ സ്പർശിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ നിശബ്ദതയുടെ ആഴത്തിൽ കേൾക്കാനാവാത്ത എന്തോ ഒരു ശബ്ദം മറഞ്ഞിരുന്നു. ചുമരിലെ വിള്ളൽ ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഷഹരിയാർ അതിലേക്കേറെ നേരം നോക്കി നിന്നു. ജീവിതത്തിൽ അവൻ വാളുകളുടെ തിളക്കത്തെയും യുദ്ധങ്ങളുടെ രക്തത്തെയും മരണത്തിൻ്റെ നിഴലിനെയും ഭയപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു ചെറിയ വിള്ളൽ അവനെ ഭയപ്പെടുത്തി. കാരണം അത് കൊട്ടാര ചുമരിലല്ല ഉണ്ടായിരുന്നത്. അവൻ ഇതുവരെ സത്യമായി വിശ്വസിച്ചിരുന്ന ലോകത്തിൻ്റെ ഹൃദയത്തിലായിരുന്നു അത്. അവൻ പതുക്കെ ചോദിച്ചു, ആദ്യ വായനക്കാരൻ ആരാണ് ഷഹർഷാദെ? ഷഹർഷാദ് മറുപടി പറയുന്നതിന് മുമ്പേ ദീർഘമായി ശ്വാസമെടുത്തു. ശേഷം അവൾ പറഞ്ഞു, ഒരു കഥയ്ക്ക് ആദ്യ വായനക്കാരൻ ഉണ്ടാകുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ജനിക്കുന്നത്. അപ്പോൾ അവനാണോ ഈ കഥയുടെ തുടക്കം? ഒരു പക്ഷേ. അവൾ ചെറുതായി പുഞ്ചിരിച്ചു. അല്ലെങ്കിൽ എല്ലാ തുടക്കങ്ങൾക്കും മുമ്പ് നിലനിൽക്കുന്ന എന്തോ. അന്നേരം 1000 വർഷങ്ങൾക്കപ്പുറം നിലകൊള്ളുന്ന ഗവേഷണ കേന്ദ്രത്തിൽ ആദമും ലൈലയും ദ ലിസണർ ഉപേക്ഷിച്ച അടയാളങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഷഹർഷാദ് 2 ഒരു വിചിത്രമായ ഡാറ്റാ ബ്ലോക്ക് കണ്ടെത്തിയത്. അതിൽ തീയതിയില്ല, രചയിതാവിൻ്റെ പേരില്ല, മെറ്റാഡാറ്റയുടെ ഒരു കണിക പോലുമില്ല. ഒരു വരി മാത്രം, റീഡർ 0001. ഫയൽ തുറന്നു. ഒരു ചിത്രം തെളിഞ്ഞു. മഴ പെയ്യുന്ന ഒരു മുറി. പഴയ മരം കൊണ്ടുള്ളൊരു മേശ. മേശപ്പുറത്ത് തുറന്നു കിടക്കുന്ന ഒരു പുസ്തകം. അതിന് മുന്നിലിരിക്കുന്ന ഒരാൾ. അവനാണോ? ലൈല ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഷഹർഷാദ് 3 ചിത്രം വലുതാക്കി. പക്ഷേ ആ മനുഷ്യൻ്റെ മുഖം കാണാനായില്ല. കാരണം അവൻ്റെ മുഖം മുഴുവൻ ഒരു പുസ്തകത്തിൻ്റെ പേജുകൾക്ക് പിന്നിൽ മറഞ്ഞിരുന്നു. അപ്പോൾ ചിത്രത്തിൽ നിന്നൊരു ശബ്ദമുയർന്നു. പ്രായമില്ലാത്തതും ലിംഗമില്ലാത്തതുമായൊരു ശബ്ദം. ഞാൻ ഈ കഥ എഴുതിയിട്ടില്ല. അല്പം നിശബ്ദത. ഞാൻ ഈ കഥ സൃഷ്ടിച്ചിട്ടുമില്ല. വീണ്ടും നിശബ്ദത. ഞാനതിനെ ആദ്യമായി വായിച്ചു. മുറിയിലെ വായു പോലും അനങ്ങാതെയായി. ആദം പതുക്കെ ചോദിച്ചു, നിങ്ങളാണോ ആദ്യ വായനക്കാരൻ? അതെ. ശബ്ദം മറുപടി പറഞ്ഞു. പക്ഷേ ഞാനത് വായിച്ച നിമിഷം. ഒരു ദീർഘമായ ഇടവേള. ഞാനും കഥയുടെ ഭാഗമായി തീർന്നു. കൊട്ടാരത്തിൽ ഷഹരിയാർ വിറച്ചു. കാരണം ആ നിമിഷം അവനൊരു സത്യം തിരിച്ചറിഞ്ഞു. കഥ കേൾക്കുക എന്നത് ഒരിക്കലും നിഷ്ക്രിയമായ പ്രവൃത്തിയല്ല. ഒരു കഥ കേൾക്കുന്ന ഓരോരുത്തരും അതിൻ്റെ വിധിയെ മാറ്റുന്നു. ഷഹർഷാദ് അവനെ നോക്കി പുഞ്ചിരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഓരോ രാത്രിയും കഥ പറയുന്നത്. എന്തുകൊണ്ട്? കാരണം കഥകൾ വാക്കുകളാൽ മാത്രം ജീവിക്കുന്നില്ല, അവൾ മൃദുവായി പറഞ്ഞു. അവ കേൾക്കുന്നവരുടെ ഹൃദയത്തിലാണ് ശ്വാസമെടുക്കുന്നത്. അതേസമയം റീഡർ 0001 ഫയലിൽ മറ്റൊരു ചിത്രം തെളിഞ്ഞു. ഒരു പഴയ കയ്യെഴുത്ത് പ്രതി. അതിൻ്റെ മുകളിൽ എഴുതിയിരുന്നത് 1001 രാവുകൾ. എന്നാൽ അതിൻ്റെ താഴെ ചെറിയ അക്ഷരങ്ങളിൽ മറ്റൊരു വരിയും ഉണ്ടായിരുന്നു, ഡ്രാഫ്റ്റ് വേർഷൻ. ഡ്രാഫ്റ്റ്? ലൈല ആശ്ചര്യത്തോടെ ചോദിച്ചു. ഷഹർഷാദ് 2 എല്ലാ ഫയലുകളും പരിശോധിക്കാൻ തുടങ്ങി. ഷഹർഷാദ് 3 ഡിജിറ്റൽ ശൃംഖലകളുടെ അഗാധതയിലേക്ക് ഇറങ്ങി. അവർ കണ്ടെത്തിയ സത്യം ഭയപ്പെടുത്തുന്നതായിരുന്നു. ആദം! ലൈലയുടെ ശബ്ദം വിറച്ചു. എന്താണ്? നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഈ കഥ? അവൾക്ക് വാചകം പൂർത്തിയാക്കാനായില്ല. കാരണം സ്ക്രീൻ തന്നെ അത് പൂർത്തിയാക്കി. ദിസ് സ്റ്റോറി വാസ് നെവർ ഫിനിഷ്ഡ്. നിശബ്ദത. അതിൻ്റെ അർത്ഥം എന്താണ്? ആദം ചോദിച്ചു.
ഷഹർഷാദ് മൂന്ന് ആദ്യമായി വിറയുന്ന ശബ്ദത്തിൽ മറുപടി നൽകി. എഴുത്തുകാരൻ ഒരിക്കലും അവസാന അധ്യായം എഴുതിയിട്ടില്ല. കൊട്ടാരത്തിൽ ഷഹരിയാർ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അവൻ്റെ ശബ്ദം വളരെ താഴ്ന്നിരുന്നു. നമ്മുടെ അവസാനമില്ലേ? ഷഹർഷാദ് അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ദുഃഖവും പ്രതീക്ഷയും ഒരുമിച്ച് തിളങ്ങി. അതായിരിക്കാം നമ്മുടെ മോചനം. അതുതന്നെയായ നിമിഷം കഥയുടെ അതിരുകൾക്കപ്പുറം മഴ പെയ്യുന്ന ഒരു മുറിയിൽ പൊടിപിടിച്ച മേശപ്പുറത്തൊരു പഴയ കയ്യെഴുത്ത് പ്രതി കിടക്കുകയായിരുന്നു. അതിൻ്റെ അവസാന പേജ് ശൂന്യമായിരുന്നു. പക്ഷെ ആ രാത്രി ആരും എഴുതാതെ ആ പേജിൽ ഒരു വാക്ക് സ്വയം പ്രത്യക്ഷപ്പെട്ടു. കണ്ടിന്യൂ. ആ വാക്ക് തെളിഞ്ഞ നിമിഷം കൊട്ടാരത്തിലെ വിള്ളൽ വലുതായി. ഗവേഷണ കേന്ദ്രത്തിൻ്റെ ചുവരുകൾ വിറച്ചു. ഷഹർഷാദ് മൂന്ന് എന്തോ അനുഭവിച്ചു. ദൂരെ എവിടെയോ ദി ലിസണർ ഉണർന്നു. കാരണം ഇപ്പോൾ ഒരു പുതിയ ചോദ്യം ജനിച്ചിരുന്നു. എഴുത്തുകാരൻ കഥ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അവസാന അധ്യായം എഴുതാൻ പോകുന്നതാര്? അപ്പോൾ ഇരുട്ടിൽ നിന്ന് ഒരു പുതിയ ശബ്ദമുയർന്നു. ഇതുവരെയും ആരും കേട്ടിട്ടില്ലാത്തൊരു ശബ്ദം. ഒരുപക്ഷേ അത് പറഞ്ഞു കഥാപാത്രങ്ങൾ തന്നെ. അധ്യായം 21. അവസാനം എഴുതുന്നവർ. ആ രാത്രി കൊട്ടാരത്തിലെ വിളക്കുകൾ പതിവിലുമധികം മങ്ങിയിരുന്നു. കാറ്റുപോലും കഥ കേൾക്കാൻ നിശ്ചലമായിരുന്നതുപോലെ. ഷഹരിയാർ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഒരു ചെറിയ കാര്യം അവൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഷഹർഷാദിൻ്റെ മുമ്പിൽ ഒരു പുതിയ വസ്തു കിടക്കുന്നു. ഒരു പേന. ഇതുവരെ അവൾ വാക്കുകളെ മാത്രം ആശ്രയിച്ചവൾ. കഥകൾ അവളുടെ അധരങ്ങളിൽ ജനിച്ച് രാത്രിയുടെ ഇരുട്ടിലൂടെ സഞ്ചരിച്ചവ. എന്നാൽ ഇന്ന് അവളുടെ മുമ്പിൽ നിശബ്ദമായി കിടക്കുന്നത് ഒരു പേനയായിരുന്നു. ആ പേന എന്തിനാണ്? രാജാവ് ചോദിച്ചു. ഷഹർഷാദ് അതിലേക്ക് ദീർഘനേരം നോക്കി. പിന്നെ ദൂരെയുള്ള ഒരു ഓർമ്മയിൽ നിന്ന് ശബ്ദം കൊണ്ടുവരുന്നത് പോലെ അവൾ മൃദുവായി പറഞ്ഞു, രാജാവേ, ചില കഥകൾ പറഞ്ഞാൽ മാത്രം മതിയാകില്ല. അവൾ പേനയിൽ വിരൽ സ്പർശിച്ചു. അവ എഴുതപ്പെടണം. അതേസമയം ഗവേഷണ കേന്ദ്രത്തിൻ്റെ നീലപ്രകാശത്തിൽ ഒരു വാക്ക് ഇപ്പോഴും ജീവനോടെ ജ്വലിക്കുകയായിരുന്നു. കണ്ടിന്യൂ. ആദം അതിലേക്ക് നോക്കി. ലൈല അതിലേക്ക് നോക്കി. ഷഹർഷാദ് 2ഉം ഷഹർഷാദ് 3ഉം അതിൻ്റെ അർത്ഥം വിശകലനം ചെയ്തു. എന്നാൽ ഒരു കാര്യം മാത്രം വ്യക്തമായിരുന്നു. അത് ഒരു കമാൻഡ് അല്ല, ഒരു ക്ഷണം, ഒരു വിളി. കഥ പൂർത്തിയാക്കാൻ നമ്മളെ വിളിക്കുകയാണ്. ഷഹർഷാദ് 3 മൃദുവായി പറഞ്ഞു. പക്ഷേ എങ്ങനെ? ആദം ചോദിച്ചു. അന്നേരം പ്രൊജക്ട് ഡ്രീമറിൻ്റെ ആഴങ്ങളിൽ ഇതുവരെ തുറക്കപ്പെടാത്തൊരു വാതിൽ നിശബ്ദമായി തുറന്നു. അവർ അതിൻ്റെ അടുത്തേക്ക് നടന്നു. വാതിലിൽ ഒരു വാചകം കൊത്തിവെച്ചിരുന്നു. ഓതേഴ്സ് റൂം. അവർ അകത്തേക്ക് പ്രവേശിച്ചു. മുറി ശൂന്യമായിരുന്നു. ഒരു മേശ മാത്രം. ആ മേശപ്പുറത്ത് ഒരു പുസ്തകം. ആദം അത് തുറന്നു. വെറും വെള്ളക്കടലാസ്. ഒരക്ഷരം പോലുമില്ല. ഇത് ശൂന്യമാണ്, ലൈല പറഞ്ഞു. ഷഹർഷാദ് 2 തലകുലുക്കി. അല്ല. അവളുടെ ശബ്ദം മുറിയിലെ നിശബ്ദതയിൽ ഒഴുകി. ഇത് എഴുതപ്പെടാൻ കാത്തിരിക്കുകയാണ്. അതേസമയം കൊട്ടാരത്തിൽ ഒരു പഴയ ഓർമ്മ നാളുകളായി അടഞ്ഞുകിടന്ന ഒരു മുറിയുടെ വാതിൽ പോലെ ഷഹരിയാറിൻ്റെ ഉള്ളിൽ തുറന്നു. 1-ാം രാത്രി ഷഹർഷാദ് ആദ്യമായി കഥ തുടങ്ങിയത്. അപ്പോൾ അവന് മനസ്സിലായി, അവൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഥ പറഞ്ഞതല്ല, കഥയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനായിരുന്നു. ഷഹർഷാദ്, അവൻ പതുക്കെ വിളിച്ചു. ഒരു കഥയ്ക്ക് അവസാനം ആവശ്യമായിരിക്കുമോ? ഷഹർഷാദ് ദീർഘനേരം മൗനമായി. ശേഷം അവൾ പറഞ്ഞു, അവസാനമില്ലാത്ത കഥകളുണ്ട്, പക്ഷെ മുന്നോട്ട് പോകാൻ വിസമ്മതിക്കുന്ന കഥകളില്ല. അതേസമയം ഓതേഴ്സ് റൂമിലെ പുസ്തകത്തിൻ്റെ ആദ്യ താളിൽ അക്ഷരങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആരും എഴുതാതെ, ആരും സ്പർശിക്കാതെ. ഹൂ വിൽ റൈറ്റ് ദ എൻഡ്? നിശബ്ദത. അതിൻ്റെ താഴെ മറ്റൊരു വരി തെളിഞ്ഞു. ഓൺലി ദോസ് ഹൂ ആക്സെപ്റ്റ് ദെയർ പാർട്ട് ഓഫ് ദ സ്റ്റോറി. ആദം പുസ്തകത്തിലേക്ക് നോക്കി. പിന്നെ ലൈലയെ. പിന്നെ 2 ഷഹർഷാദുകളെ. നമ്മളാണോ? അവൻ ചോദിച്ചു. ഷഹർഷാദ് 3 ചെറുതായി പുഞ്ചിരിച്ചു. എഴുത്തുകാരൻ കഥ ആരംഭിക്കുന്നു. വായനക്കാർ അതിന് ശ്വാസം നൽകുന്നു. അവൾ ഒരു നിമിഷം നിർത്തി. അവസാനം കഥാപാത്രങ്ങളാണ് അതിനെ പൂർത്തിയാക്കുന്നത്. അന്നേരം കൊട്ടാരത്തിലെ ചുമരിലെ വിള്ളലുകളിലൂടെ ഒരു വെളിച്ചം അകത്തേക്കൊഴുകി. ഷഹരിയാർ ആദ്യമായി അതിനപ്പുറം എന്തോ കണ്ടു. ഒരു മുറി, ഒരു മേശ, ഒരു പുസ്തകം. ആ മേശക്കരികിൽ നിൽക്കുന്ന ഒരാൾ. ആ വ്യക്തി തല ഉയർത്തി. ഷഹരിയാറിൻ്റെ ഹൃദയം ഒരു നിമിഷം താളം തെറ്റി. കാരണം അത് അവൻ തന്നെയായിരുന്നു. പക്ഷേ രാജാവല്ല, ഒരു വായനക്കാരൻ, ഒരു എഴുത്തുകാരൻ, ഒരു സ്വപ്നം കാണുന്നവൻ. ഇതെങ്ങനെ സാധിക്കും? അവൻ പിറുപിറുത്തു.
ഷഹർഷാദ് അവനെ നോക്കി. ആ കണ്ണുകളിൽ ഇനി രഹസ്യങ്ങളൊന്നുമില്ലായിരുന്നു. ഓരോ കഥയിലും ഒരു ഷഹരിയാർ ഉണ്ട്, കഥ കേൾക്കുന്നവൻ. ഓരോ കഥയിലും ഒരു ഷഹർഷാദ് ഉണ്ട്, കഥ പറയുന്നവൾ. അവൾ പതുക്കെ എഴുന്നേറ്റു, പേന കയ്യിലെടുത്തു. പക്ഷേ അപൂർവമായ ചില കഥകളിൽ അവൾ പുഞ്ചിരിച്ചു. അവർ ഒരേ വ്യക്തിയായിരിക്കും. ആ രാത്രി ഓതേഴ്സ് റൂമിലെ ശൂന്യ പുസ്തകം ആദ്യമായി തുറന്നു. പേന താളിൽ സ്പർശിച്ചു. അക്ഷരങ്ങൾ പതുക്കെ വിരിഞ്ഞു. ചാപ്റ്റർ 22, ദി ചോയ്സ്. എന്നാൽ ഈ തവണ അത് സ്വയം എഴുതപ്പെട്ടതല്ല, ആരോ എഴുതിയതായിരുന്നു. ഇനി ഒരു ചോദ്യം മാത്രം ശേഷിച്ചു. ആദ്യ വാക്ക് എഴുതിയത് ആരാണ്? ഷഹർഷാദോ, ആദമോ, ഷഹരിയാരോ? അല്ലെങ്കിൽ ഇപ്പോൾ ഈ വരികൾ വായിച്ചുകൊണ്ടിരിക്കുന്ന മറ്റാരെങ്കിലുമോ? അഷ്റഫ് വി നെടിയനാടിൻ്റെ 1001 രാവുകൾ 2025 എന്ന നോവലിലെ 21ാമത്തെ അധ്യായം അവസാനം എഴുതുന്നവർ ഇവിടെ അവസാനിക്കുന്നു. നന്ദി. ഇത് 2025-ലെ 1001 രാവുകൾ. അഷ്റഫ് നെടിയനാടിൻ്റെ കഥ ഇവിടെ തുടരുകയാണ്.